കണ്ടോ, എന്റെ മകൻ സെയ്ദിനെ കണ്ടോ? ആര് വന്നാലും ചോദിക്കുന്നവർക്കെല്ലാം മടുപ്പ് തോന്നിയപ്പോ അതാ മനുഷ്യനെങ്ങനെ പാട്ട് പാടുകയാണ്. അങ്ങനെ ആ മനുഷ്യനിങ്ങനെ പാടാൻ തുടങ്ങി. കല്ലുകളോടും മലകളോടും മാമരങ്ങളോടും ചോദിക്കാൻ തുടങ്ങി, എന്റെ മകൻ സെയ്ദിനെ കണ്ടോ? അത്രമേൽ സെയ്ദിനെ ഇഷ്ടപ്പെട്ട പിതാവ് പാട്ടുപാടിയപ്പോൾ ആളുകളെല്ലാം പറഞ്ഞു, ഇയാൾക്ക് ഭ്രാന്തായി പോയല്ലോ, മകനെ കാണാഞ്ഞിട്ട് ഭ്രാന്തായി പോയല്ലോ. ആദ്യം അങ്ങനെ ആളുകളോട് ചോദിച്ച് ആളുകൾക്ക് മടുത്തു, പിതാവിന് മടുത്തില്ല. പിതാവാകുന്ന ഹാരിസ ഇങ്ങനെ പാടാൻ തുടങ്ങി. പാടി അവസാനം കല്ലുകളോടും മാമലകളോടും മരങ്ങളോടും ഈന്തപ്പനകളോടും മണ്ണിനോടും പോയി ചോദിക്കാൻ തുടങ്ങി, എന്റെ മകൻ സെയ്ദിനെ കണ്ടോ? എന്റെ മകൻ സെയ്ദിനെ കണ്ടോ? ആരും ഒന്നും ഉണ്ടെന്നില്ല. അവസാനം ഈ കാറ്റിങ്ങനെ അടിക്കുമ്പോ അതാ സെയ്ദിന്റെ ഉപ്പ ഹാരിസ ആ കാറ്റിനോട് പോയി ചോദിക്കാൻ തുടങ്ങി, എന്റെ മകൻ സെയ്ദിനെ കണ്ടോ? കല്ലുകളോട് ചോദിക്കാൻ തുടങ്ങി, മുള്ളുകളോട് ചോദിക്കാൻ തുടങ്ങി, എന്റെ മകൻ സെയ്ദിനെ കണ്ടോ? വിഷമത്തോടെ അതാ ആ പിതാവ് ഇങ്ങനെ നടക്കുമ്പോ കഅബയിൽ കാണാൻ വന്നൊരു സംഘമെന്ന് പൊന്നുമോൻ സെയ്ദ് കണ്ടിടുന്നു, ചാരത്തണഞ്ഞിടുന്നു, തെല്ലും മടിയാതെ കൊതിയോടെ എടുത്തിടുന്നു. കുട്ടിയെ കണ്ട കാര്യമെന്നവർ ഹാരിസയിൽ അറിയിക്കുന്നു. അതെ, ആ കഅബാലയം കാണാൻ വന്ന സംഘം മഹാനായ സെയ്ദ് ബിൻ ഹാരിസയെ കണ്ടിട്ട് അതാ പിതാവിൽ അറിയിക്കുന്നു, പിതാവേ, നിങ്ങളുടെ മകനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മക്കയിലൊരു അൽ അമീനായ മുഹമ്മദിന്റെ അടുത്ത് നിങ്ങളുടെ മകൻ സുരക്ഷിതനാണെന്ന് അറിയിച്ചപ്പോ ആ ഉപ്പാക്ക് വല്ലാത്ത സന്തോഷമായി. ആ പിതാവതാ ഒരുപാട് പാരിതോഷികങ്ങളും എല്ലാമായി അദ്ദേഹത്തിന്റെ സകലമാന സ്വത്തുകളുമായി പൊന്നുമോനെ ഒന്ന് കാണണം, പൊന്നുമോൻ അടിമയാണെങ്കിൽ അവനെ മോചിപ്പിക്കണം എന്നെല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ആ പിതാവതാ സെയ്ദിന്റെ അടുത്തേക്ക് ചെന്നു. സെയ്ദ് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു, മുത്തുനബിയുടെ വീടിന്റെ പുറത്ത്. ആ സമയത്ത്